പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ കൃപയാൽ വിശ്വസിക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലൈവിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ വരുവാനാവാൻ സമയം ദൈവം വേർതിരിച്ചനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കാൻ ഇന്ന് പോകുന്ന വിഷയം ക്യാപ്ഷൻ കണ്ടതുപോലെ നോഹയുടെ കാലവും യേശുക്രിസ്തുവും എന്ന ഒരു സംഭവമാണ്. യേശുക്രിസ്തു ഒത്തിരി ആൾക്കാരെക്കുറിച്ച്, ഏലിയാവിനെക്കുറിച്ച്, മോസസിനെക്കുറിച്ച്, എന്തിനേറെ പറയുന്നു, നോഹയെക്കുറിച്ച് ഒക്കെ, ശലോമോനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദാവീദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതകാലത്ത് ദൈവം തന്നിൽ കൂടി വെളിപ്പെടുത്തിയ പല പഴയകാല അപ്പോസ്തലൻ പ്രവാചകന്മാരെയും പഴയകാല ശുശ്രൂഷകരെയും അല്ലെങ്കിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നവരായിരുന്നു. അവരെക്കുറിച്ച് കർത്താവ് പല കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ മിസ്റ്ററീസാണ് എന്ന് ആദ്യമേ ഓർത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളുടെ മധ്യേ എടുക്കുന്നത്. വലിയൊരു വെളിപ്പാടാണ് അതിനകത്ത് കിടക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ബൈബിൾ യഹൂദന് വേണ്ടി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഡ്ഢികളായി ജീവിക്കാതെ ഈ മനോഹരമായ ഭൂമിയെ ആസ്വദിക്കാൻ പഠിക്കുന്നവരായിരിക്കണം ഈ വരുന്ന തലമുറകൾ. ഇപ്പോൾ കാണുന്ന നമ്മൾ പറയുന്ന എല്ലാം പോഷത്തരമാണെന്ന് ആദ്യമേ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. യേശു വരും, യേശു വന്ന് ഈ ഭൂമിയെ സ്ഥാപിക്കും. യേശു മറ്റുള്ളവരെ, ക്രിസ്തു രാജാവായി വരുമ്പോൾ മറ്റുള്ള തങ്ങൾക്കെതിരെ അനർത്ഥം ചെയ്തവർ, തങ്ങൾക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കിയവർ, തങ്ങളെ അപവാദം പറഞ്ഞവർ, നിന്ദിച്ചവർ, ഇവരെ എല്ലാ പേരെയും ദൈവം തൻ്റെ ശക്തിയുള്ള സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ന്യായവിധി കൊണ്ട് അവരൊക്കെ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്ന പ്രതികാര ബുദ്ധിയുള്ള ക്രിസ്ത്യാനിയായി, മതക്രിസ്ത്യാനിയായി ജീവിക്കാതെ ദൈവം സ്നേഹമാണെന്നും മറ്റുള്ളവരുടെ ഇടയിൽ സ്നേഹിക്കാൻ മാത്രമേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് ഒരു മനുഷ്യൻ തൻ്റെ ഒരു വയസ്സ് മുതൽ യാത്ര ആരംഭിച്ച് തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മൊത്തം കണ്ടു തീരത്തില്ല. അത്രത്തോളം വലിയ മഹാപ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നവനായ ഈ സകല ഭൂമിയെ മുഴുവനും തൻ്റെ കരവിരുത് കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നവനായ സർവശക്തനായ ദൈവം, ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ കണ്ട ഒരു കാട് കാണാൻ പോയൊരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ മരണം കഴിഞ്ഞാൽ പോലും ഈ കാട് കണ്ടു തീരത്തില്ലെന്ന്. അത്രത്തോളം വിസ്തീർണമായ ഭൂമിയെ കണ്ടു തീർക്കാൻ, ആസ്വദിക്കാനും കഴിയാതെ അതിനെ നശിപ്പിക്കും എന്ന് പഠിപ്പിക്കുന്ന മണ്ടന്മാരായ സിദ്ധാന്തമുള്ള ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ളത്. അവർ വചനത്തിനകത്ത്, യഹൂദന് കൊടുത്തിരിക്കുന്ന ഈ ഗ്രന്ഥത്തിനകത്ത് തങ്ങളെ തന്നെ കണ്ട് ജീവിക്കുന്ന മെൻറ്റാലിറ്റിയുള്ള, അല്ലെങ്കിൽ എന്ത് പറയുക, ഒരു സൈക്കോപാത്തായ ആൾക്കാരെ പോലെയാണ്. ഞാനതൊന്നും പറയാനല്ല തിരുവെഴുത്തിലേക്ക് വന്നത്. നോഹയുടെ കാലം യേശുക്രിസ്തു വിരൽ ചൂണ്ടിയ ഒരു ഭാഗമാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും 17-ാം അധ്യായത്തിലും താൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. നോഹയുടെ കാലം 37-ാം വാക്യം, 24-ാം അധ്യായം മത്തായി സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വലിയൊരു അസത്യത്തിൽ നിന്ന് കർത്താവിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പെയുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഈ അടുത്ത വാക്യം 39-ാമത്തെ വാക്യം, ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല, മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. ഈ ജലപ്രളയം ഭൂമി മൊത്തം ബാധിക്കപ്പെട്ട പ്രളയമല്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി ഈ ലൈവിൽ ഞാൻ എടുക്കുന്നില്ല, പിന്നൊരു ലൈവിൽ എടുത്തുതരാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ഈ വാക്യം അവിടെ കിടക്കട്ടെ. അടുത്ത വാക്യത്തിൽ, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ
അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇത് പറയുന്നത് യഹൂദൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു വന്നുവെന്നും യേശുക്രിസ്തു വന്നപ്പോൾ ആ യഹൂദൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ വലിയൊരു നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പേ രക്ഷ പ്രാപിക്കാൻ ക്രിസ്തുവിനെ അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു ഭാഗമാണത്. കാരണം നോഹയുടെ കാലഘട്ടം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ കാലഘട്ടം എന്ന് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ ഒക്കെ നിയമിച്ചത് അവരോട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, കാരാഗൃഹ പ്രമാണിയായ ഒരു വ്യക്തിയോട് പൗലോസ് പറയുകയാണ്, നിനക്ക് നാശം ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ ആൾക്കാർ ഈ വാക്യം എടുത്തിട്ട് പറയും പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ. നോ, പാപമല്ല. അവിടെ വരാൻ പോകുന്ന വലിയൊരു ഡിസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധവും അവിടെ ക്ഷാമവും ഭൂകമ്പങ്ങളും അനർത്ഥങ്ങളും യഹൂദൻ്റെ ഡിസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നാശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ നാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞത് അവരോടാണ്. ആരോട്? യഹൂദനായി യഹൂദൻ്റെ സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന, യഹൂദൻ്റെ നാട്ടിൽ ജീവിക്കുന്ന അവർക്ക് വലിയൊരു നാശം വരാൻ പോകുന്നു. അതിനു മുമ്പേ യേശുക്രിസ്തുവിൻ്റെ അഭിഷിക്തന്മാർ പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുക. എങ്ങനെ? കുടുംബമായി. അത് ഈ കാലഘട്ടത്തിലേക്ക് ഉള്ളതല്ല. അപ്പോൾ അവരെക്കുറിച്ച് ആ 38 വാക്യത്തിൽ 24 അധ്യായം, ലൂക്കോസ് 17 അധ്യായം ഒക്കെ യേശുവിൻ്റെ യഹൂദ നാട്ടിൽ തിരിച്ചുവരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറുന്ന ആളുകൾ തിന്നും കുടിച്ചു പോകാൻ കഴിച്ചു. ഇത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ആദ്യത്തെ വാക്യം നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. വലിയൊരു മിസ്റ്ററി കിടക്കുന്ന ഒരു വാക്യമാണത്. ഒത്തിരി ബൈബിൾ വായിക്കുന്ന, ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മലയാളികളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. നമ്മൾ ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നോഹയുടെ കാലം പോലെ, നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അപ്പോൾ നമ്മൾ ഉടനെ പഠിപ്പിക്കുന്ന കാര്യം, നോഹയുടെ കാലം പോലെ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം ദൈവം തച്ചുടച്ച് കളയും, ബാക്കിയുള്ളവർ രക്ഷ പ്രാപിക്കുന്നോ? അത് തെറ്റായ പഠിപ്പിക്കലാണ്. യേശുക്രിസ്തു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യരുത്. അങ്ങനെയുള്ളവരാണ് ഈ ഭൂലോകത്തിൻ്റെ അഴുക്ക്. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ ഓടിക്കാം. ഇതിനകത്തൊരു മിസ്റ്ററി കിടക്കുകയാണ്. നമ്മളത് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 9 അധ്യായത്തിലേക്ക് ചെന്ന് കടന്നു ചെല്ലണം. അവിടെ സോറി 8 അധ്യായത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 6, 7, 8. 40 ദിവസം കഴിഞ്ഞതിന് ശേഷം നോഹ അല്ലെങ്കിൽ നോഹ താൻ പെട്ടകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കിളിവാതിൽ തുറന്നു. മലയാളത്തിൽ എഴുതിക്കുന്ന അടുത്ത വാക്യം, അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടെന്ന. നോ, ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാവൻ, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാക്കകൾ, അല്ലെങ്കിൽ റാവൻസ് എന്ന് പറയുന്ന. മലങ്കാക്ക എന്ന് പറഞ്ഞാൽ മലയിൽ ജീവിക്കുന്ന ഒരു ഒരു തരം പക്ഷിയാണത്. നമ്മളിവിടെ പറയുന്ന പോലെ കാക്കയല്ലത്, പക്ഷിയാണ്. റാവൻ എന്ന് പറയുന്നത് പരുന്തിനെ പോലത്തെ ഒരു പക്ഷിയാണ്. അതിനെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെയും പോയും വന്നും കൊണ്ടിരുന്നു. ഒന്ന്, ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. ശ്രദ്ധിച്ച് വായിക്കണം. ആദ്യം ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടെന്ന് മലയാളം പറയുന്നു, റാവനെ പുറത്തുവിട്ടു. രണ്ടാമത് ഒരു പ്രാവിനെ പുറത്തുവിട്ടു. അപ്പോൾ ആദ്യം വിട്ടത് ഒരു മലങ്കാക്കയാണ്.
അപ്പോൾ ഈ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ മലങ്കാക്ക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാക്കയെക്കുറിച്ചാണ്. കാക്ക കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, മലങ്കാക്കയാണ്. അപ്പോൾ അവിടെ എഴുതിക്കുന്ന റേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബൈബിൾ പഠിപ്പിക്കുന്നത് കണ്ണിങ് ആൻഡ് ഡിസിപ്റ്റീവ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും റാവൻ എന്ന് പറയുന്നത് തിരുവെഴുത്തിനകത്ത് പല ഭാഗത്തും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, പിക്ചർ ഓഫ് ഹിസ് ലവിങ് കെയർ ഫോർ അസ് ഇൻ ഗ്രേസ് ഈസ് നോൺ ആസ് ഗോഡ് കെയർ ഫോർ ദ റാവൻ സിംബോലൈസ് ഈസ് എ പിക്ചർ ഓഫ് ഹിസ് ലവിങ് കെയർ ഫോർ അസ് ഇൻ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവം കരുതുന്ന ഒരു ഭാഗത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല റാവൻ. എന്തിനാണ് മലങ്കാക്കയെ പുറത്തു വിട്ടത്? വേറെ മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ ഒന്നിനും പുറത്തു വിടാതെ ഒരു കുരുവിയെ പുറത്തു വിടാത്ത എന്താ? ഇത് പർവ്വതത്തിൽ താമസിക്കുന്നുണ്ട്. പർവ്വതം കണ്ടു തുടങ്ങിയോ എന്നറിയാൻ വേണ്ടി ഒരു ഫ്ലഡിൻ്റെ ഇടയിൽ ഒരു പക്ഷിയെ പറത്തി വിടുകയാണ്. ഈ പക്ഷി ഇത്ര കിലോമീറ്റർ പറക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് വീണ്ടും ഇരിക്കാനൊരു ഇടം തേടും. ഇരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് തിരികെ വരും. ഇത് അറിയാവുന്ന നോഹ ആദ്യം റേവനെ പുറത്തുവിട്ടു. റേവൻ്റെ പ്രശ്നം, ഈ റേവൻ പോയി വന്നും ഇരുന്നു എന്ന് തിരുവെഴുത്ത് പറയും. ആരാണ് ഈ റേവൻ? തിരുവെഴുത്ത് പറയുന്ന റേവൻ അല്ലെങ്കിൽ കാക്ക, മലങ്കാക്ക എന്നൊക്കെ നമ്മൾ പറയുന്നത്, ശരി അങ്ങനെ പറയാം, അതാരാണ്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അവർ ഏലിയാവും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവർ മൊത്തം കള്ളന്മാരായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല, കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ്. അതാരാ കള്ളന്മാർ? ഏലിയാവും വരുന്നുമല്ല. വേറൊരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു, എനിക്ക് മുമ്പേ വന്ന പ്രവാചകന്മാർ എന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിന് മുമ്പേ വന്ന പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ഇവരെയാണ് റാവൻസ് എന്ന് പറയുന്നത്. ഇവരെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ തിരുവെഴുത്തിൽ ഏത് ഭാഗത്ത് വന്നാലും യേശുക്രിസ്തുവിനെ നമുക്ക് വിരൽ ചൂണ്ടാൻ കാണിക്കാനും പറ്റും. കാരണം അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന റാവനെ പോലെയാണ്. അവർ വരുന്നു, പെട്ടകമാണ് എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പെട്ടകത്തിൽ നിന്ന് പോകുന്നു, തിരിച്ച് പെട്ടകത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് പോകുന്നു, തിരിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് റാവൻ. എന്നാൽ പ്രാവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ പീസ്, സമാധാനം എന്നൊക്കെ പറയുന്നെങ്കിലും ഡോവിനെ കുറിച്ച് അവിടെ ഒരു വെളിപ്പാട് വെച്ചിരിക്കുന്നത്, ഡോവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അവിടെ 8-ാം വാക്യം പറയുന്നു, ഭൂമിയിൽ വെള്ളം കുറഞ്ഞു പോയെന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. ഈ പ്രാവ് പോയിട്ട് സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് കാൽ വയ്ക്കാൻ സ്ഥലമില്ലാതെ അവൻ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. തിരിച്ചെവിടെ വരുന്നത്? പെട്ടകത്തിലാണ് വരുന്നത്. ദൈവം ഉണ്ടാക്കി വെച്ച സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് അതിൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് ആക്കി. പ്രാവ് എപ്പോഴും ഇണയുള്ള പക്ഷിയാണ്. അതിൻ്റെ ഇണയുടെ അടുക്കലേക്ക്, കൂട്ടമായിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അത് പാർക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരും. എല്ലാ പക്ഷികളും, ചില പക്ഷികൾ ഒഴികെ ബാക്കിയെല്ലാം അങ്ങനെയാണ്. ഇതിനെല്ലാത്തിനെയും കർത്താവ് സിംബോലൈസ് എന്ന് പറഞ്ഞാൽ അതിനെ ഉപമിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്ന കഥയായിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ഇത് വരും കാലത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു മിസ്റ്ററിയാണ്. തൻ്റെ വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽവെപ്പ സ്ഥലമില്ലാതെ തൻ്റെ പെട്ടകത്തിൽ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില. അതിനുശേഷം റാവനെ പുറത്തു വിട്ടതായിട്ട് എഴുതിയിട്ടില്ല. റാവൻ അല്ലെങ്കിൽ മലങ്കാക്കയെ പിന്നെ പുറത്തു വിട്ടിട്ടില്ല. പ്രാവിനെ പുറത്തു വിടുകയും ആ പ്രാവ് തിരിച്ചു വരികയും ചെയ്തു. പിന്നെയും ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് തിരിച്ചു വന്നപ്പോൾ ഒലിവില തൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. ഇല്ലേ? അപ്പോൾ ഞാനിതിൽ പറയുന്നൊരു കാര്യം, റാവൻ എന്ന് പറഞ്ഞാൽ പഴയകാല പ്രവാചകന്മാരാണ്. യേശുക്രിസ്തു പറഞ്ഞ നോഹയുടെ കാലത്തിനകത്ത് കിടക്കുന്നൊരു മിസ്റ്ററി. റാവൻ എന്ന് പറഞ്ഞാൽ പഴയകാല പ്രവാചകന്മാർ, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രാജാക്കന്മാർ,
യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, യേശുക്രിസ്തുവിൻ്റെ വരവിനെ വെളിപ്പെടുത്തുന്ന ആൾക്കാർ, ഇവരെല്ലാവരും റാവനോട് ഉപമിക്കാം. എന്നാൽ യേശുക്രിസ്തു ആദ്യം വരുന്നു, ജനത്തോട് ഇടപെടുന്നു, തിരിച്ചു വന്ന് പെട്ടകത്തിൽ കയറുന്നു, തിരിച്ച് വീണ്ടും വരുന്നു. അവൻ്റെ വായിൽ സമാധാനത്തിൻ്റെ ഒലിവല ഉണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വീണ്ടും വരുന്നത് കൊല്ലാനും മുടിക്കാനുമല്ല. യേശുക്രിസ്തു വീണ്ടും വന്നത് പോയതുപോലെ അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് സമാധാനത്തിൻ്റെ കാറ്റ് വീശാനാണ്. നിങ്ങളിന്ന് പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഹിംസിക്കുന്ന, ദൈവം ഭൂമിയെ നശിപ്പിക്കുന്ന സകല സുനാമികളും പ്രപഞ്ചത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് മൊത്തം ദൈവത്തിൻ്റെ പുത്രൻ്റെ വരവിനെക്കുറിച്ചും തൻ്റെ ജനത്തെ അവൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ്. തെറ്റായൊരു പഠിപ്പിക്കലാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റ ഒരു ആയുസ്സേ ഉള്ളൂ. ആ ആയുസ്സിൽ ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമിയിൽ ദൈവം നിങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവം റൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാവോ? മൃഗങ്ങൾക്കൊരു റൂളുണ്ട്, ആകാശത്തിലെ പറവജാതികൾക്കൊരു റൂളുണ്ട്, സസ്യങ്ങൾക്കൊരു റൂളുണ്ട്, സമുദ്രത്തിനൊരു റൂളുണ്ട്, മാനവ കുലത്തിനും ഒരു റൂളുണ്ട്. ഒരുത്തനൊരു മനുഷ്യനെ തെറ്റായ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നശിപ്പിച്ചാൽ അതേ തുലാത്തിൽ ദൈവമല്ല അവന് തിരിച്ചു കൊടുക്കുന്നത്, അവൻ ചെയ്തതിൻ്റെ റിഫ്ലക്ഷനാണ് അവന് വരുന്നത്. കാരണം പ്രപഞ്ചത്തിൽ മനുഷ്യനെ ഭരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു നീതിയുടെ റൂളുണ്ട്. ആ റൂളിനെ മറികടന്ന് ലോകത്തിലെ ഒന്നിനും മാറിപ്പോകുവാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പറയും ദൈവം അവന് കൊടുത്തു പണി തിരിച്ച്. മുകളിലൊരാൾ നിന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ദൈവമല്ല മനുഷ്യനെ റൂൾ ചെയ്യുന്നത്. ദൈവമാണെങ്കിലും അതിന് മേലധികാരി ദൈവമാണെങ്കിലും ഈ റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു നിയമം മനുഷ്യൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ട്. മനുഷ്യനെ നീ പറഞ്ഞോ മനുഷ്യൻ്റെ റൂളിലേക്ക് വരും. നീ ഒരു മനുഷ്യനെ ഉപദ്രവിച്ച് അവൻ്റെ കണ്ണുനീര് വീഴ്ത്തിയോ നിന്നെയും അതേ തുലാത്തിൽ അതേ റൂള് കണ്ണുനീര് വീഴ്ത്തിയിരിക്കും. അല്ല, ദൈവമല്ല നിങ്ങളെ കണ്ണുനീര് വീഴ്ത്തുന്നത്. ദൈവത്തിൻ്റെ പേര് സ്നേഹമെന്നാണ്. നിങ്ങൾ അതിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. കാരണം കർത്താവ് വച്ചിരിക്കുന്ന റൂള് അങ്ങനെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ രോഗികളായിരിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ വഞ്ചനാപരമായിട്ട് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഹിംസിക്കാൻ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ മരങ്ങളെപ്പോലെ കാണുവാൻ പഠിപ്പിക്കുന്നത്, മതമായിട്ട് പഠിപ്പിക്കുന്നത് ഒക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ദരിദ്ര ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ഹോപ്പ്ലെസ് ആയിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവർ പറയുന്നു ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതരാണ്. എന്നിട്ട് പറയും യേശു വിടുവിക്കുക. നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരത്തില്ല. മരണകരമായ ദോഷം നിങ്ങൾക്ക് വരത്തില്ല. പൗലോസ് മതത്തിൻ്റെ, യഹൂദൻ്റെ അല്ലെങ്കിൽ തിരുവെഴുത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ, ദൈവം അവനെ വിളിച്ചിട്ട് തിരുവെഴുത്തല്ല അവന് കൊടുത്തത്, തിരുവെഴുത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ക്രൈസ്റ്റിനെ കൊടുത്തത്. അതുപോലെ നോഹയുടെ കാലത്ത് മറഞ്ഞിരിക്കുന്ന ക്രൈസ്റ്റിനെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ, നമ്മൾ തിരുവെഴുത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, യേശുവിനെ മിശിഹായോ ഒന്നുമല്ല, ക്രൈസ്റ്റ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ വാണുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ എല്ലാ സമയത്തും നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ അവൻ്റെ ഉള്ളിലിരുന്നിട്ട് വേണ്ട മക്കളെ അരുത്, സാരമില്ല, നിന്നെ ഞാൻ റിക്കവർ ചെയ്തെടുക്കാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ സ്നേഹത്തിൻ്റെ ക്രൈസ്റ്റ് എന്ന അനോയിൻറ്റ്മെൻറ്റ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളുടെ അകത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവൻ. മതം പഠിപ്പിക്കും നിനക്ക് കേഴ്സുണ്ട്, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, നിനക്ക് ശാപമുണ്ട്, നിൻ്റെ കുടുംബം ഇങ്ങനെ ആയത് ശാപത്തിലാണ്. ചില കുടുംബങ്ങളെ കണ്ടിട്ടില്ല, തകർന്ന കുടുംബം തരിപ്പണമായി പോയത്.
കാരണം അവരുടെ പാരമ്പര്യമായി ആരൊക്കെ ചെയ്ത തെറ്റുകളുടെ പരിണതഫലം അവരുടെ തലമുറകളുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാം അതിന് ശാപമാണെന്ന്. നോ, അവർ ദൈവത്തിൻ്റെ റൂള് തെറ്റിച്ചതുകൊണ്ട്, ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന റൂൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആനകളെ എടുത്താൽ, ആനകൾ ഇഷ്ടം പോലെ ആനകളുണ്ട്, കൂട്ടം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ആനകളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഇത് ഒരു കൂട്ടത്തിൽ നിന്ന് വേറൊരു കൂട്ടത്തിലേക്ക് പോകത്തില്ല. അവർക്കൊരു ടെറിട്ടറി ഉണ്ട്, അവർക്കൊരു സ്ഥലമുണ്ട്, അത് വിട്ട് അവർ പുറത്ത് പോകത്തില്ല. അവർക്ക് ഒരു നിയമമുണ്ട്. ആരായി നിയമം കൊടുത്തത്? അവരുണ്ടാക്കിയ നിയമമാണ്. ഒരു ജഡ്ജിയൊക്കെ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ നിയമമാണ്? അല്ല, അവർക്കൊരു നിയമം കൊടുത്തത് ദൈവമാണ്. അവർക്കുള്ള ആഹാരം കൊടുക്കുന്നത് ദൈവമാണ്. ഈ ഭൂമിക്കകത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതതിൻ്റെ നിയമമുണ്ട്. മനുഷ്യനോട് തെറ്റ് കാണിച്ചാൽ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവനവൻ തൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. എവിടെയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം? അങ്ങ് ഉയരത്തിലാണോ? കുലതയുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത്. ക്രിസ്തുവിൻ്റെ ന്യായാസനം നമ്മുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതെന്നാണ്. നമ്മുടെ മുമ്പിൽ വെളിപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് എവിടാ? ശരീരമാണ്. ഈ ശരീരത്തിൽ വെളിപ്പെടേണ്ടി വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതി ആദ്യം മാറ്റുക. യേശുക്രിസ്തു ഈ ഭൂമി വന്ന് സകലരെ നശിപ്പിക്കും എന്നുള്ള ചിന്താഗതി മാറ്റുക. ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ പഠിക്കുക. അന്നന്ന് ഉള്ളത് കിട്ടിയാൽ അന്നന്നുള്ളത് ആസ്വദിക്കാൻ പഠിക്കുക. കഴിക്കുന്ന ആഹാരത്തെ ആസ്വദിക്കാൻ പഠിക്കുക, കുടുംബത്തെ ആസ്വദിക്കാൻ പഠിക്കുക. എല്ലാം നശിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ തലയെ കൊണ്ടിട്ട് കൈ ഊരരുത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിനകത്ത് മാത്രമല്ല, ദൈവത്തിൻ്റെ റൂളർഷിപ്പിനകത്താണെന്ന് ഓർത്തുകൊള്ളുക. അയ്യോ, എനിക്ക് ദൈവത്തെ വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ആരാണ് ആഹാരം വേണ്ടെന്ന് പറയുന്നത്? വിശന്നാൽ അവൻ കഴിച്ചിരിക്കും. എനിക്ക് ദൈവത്തെ വേണ്ടെന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ ആ പ്രമിസസിനകത്താണ് ജീവിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ശ്വാസം അവൻ ഊതുന്നു. ടെക്നോളജി മൊത്തം വളർന്നു, ഇനി ഞങ്ങൾക്കൊന്നിൻ്റെ ആവശ്യമില്ല. ഒരു തുള്ളി രക്തമുണ്ടാക്കാൻ ടെക്നോളജിക്ക് പറ്റത്തില്ല. ഒരു തുള്ളി രക്തത്തെ ഉണ്ടാക്കാൻ ടെക്നോളജിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിളിനകത്തുള്ള ക്രൈസ്റ്റിനെ നിങ്ങൾ കണ്ടെത്തണം. ഇത് യഹൂദന് വേണ്ടി എഴുതപ്പെട്ട ബൈബിളാണെങ്കിലും ഇതിനകത്ത് ക്രിസ്തു ഒളിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ ഇമേജ് ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ആ യഹൂദനെ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെ സൃഷ്ടിച്ച ട്രൂ ഐഡൻറ്റിറ്റി ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അത് കണ്ടെത്തണം. ഇല്ലാതെ മതത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിച്ചാൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനം നിങ്ങൾ കരയേണ്ടി വരും. ദൈവത്തിന് മാത്രം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് പോകുന്നൊരു മനുഷ്യനാണ്. ഡിസൈൻസ്, അങ്ങനെയുള്ള ടെക്സ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്, വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ആസ്വദിച്ച ജോലി ചെയ്തത്. കാരണം ഇന്ന് ചെയ്ത ജോലി ചിലപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ നേരത്തെ പലരുടെ കൂടെ നിന്ന് ചെയ്ത ജോലിയൊക്കെ ഇപ്പോഴും ഞാൻ ആസ്വദിച്ച് ചെയ്തുകൊണ്ട് എനിക്കതൊരു നൊസ്റ്റാൾജിയാണ്. പെയിൻഫുൾ നൊസ്റ്റാൾജി അല്ല, ഹാപ്പിനെസ് നൊസ്റ്റാൾജിയാണ്. നമ്മൾ ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കും. ആകപ്പാടെ ഒരു ആയുസ്സല്ലേ ഉള്ളൂ. എന്തിനാ മതം പറയുന്നത് കേട്ട്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൻ്റെ ജീവിതത്തെ പാഴാക്കുന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ നാഥനെ നീ മനസ്സിലാക്കാൻ പഠിക്കണം. യേശുക്രിസ്തു പറഞ്ഞു നോഹയുടെ കാലം പോലെ ആകും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് യഹൂദൻ്റെ ഡിസ്ട്രക്ഷനെക്കുറിച്ചും നോഹയുടെ കാലത്തെക്കുറിച്ചും. നോഹയുടെ കാലത്തിനകത്ത് യേശുക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പഴയകാല പ്രവാചകന്മാർ മൊത്തം വന്ന് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ വന്നും പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ പ്രാവിനെ അയച്ചു. പ്രാവെന്ന് പറഞ്ഞ ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റ് പോയിട്ട് തിരിച്ചു വന്നു. വീണ്ടും ക്രൈസ്റ്റ് പോയി തിരിച്ചു വന്നു. വായിക്കകത്ത് ഒലിവല ഉണ്ടായിരുന്നു. ഒലിവല സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, അല്ല ഡിസ്ട്രക്ഷൻ്റെ ചിഹ്നമല്ല. നിങ്ങളെ നശിപ്പിക്കാൻ ദൈവം ഈ ഭൂമി വരത്തില്ല. നിങ്ങൾ ഭൂമിയെ നശിപ്പിച്ചാൽ, ഇപ്പോൾ ആറിൻ്റെ കരയിൽ ഒരുപാട് പേർ വറ്റി ഉണങ്ങിയപ്പോൾ വീട് വെച്ചു. വലിയ മഴയും പ്രളയവും ഒക്കെ വന്നു. ആറ് തൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒഴുകി വന്നപ്പോൾ വീടുകളെല്ലാം പോയി. ദൈവമാണോ കാരണക്കാരൻ?
നമ്മളല്ലേ കാരണക്കാർ. നമ്മൾ ചെയ്തിട്ടെല്ലാം ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടിട്ടരുത്. ദൈവത്തിന് സ്നേഹിക്കാൻ അറിയത്തുള്ളൂ. എങ്ങനെയാണ് സ്നേഹിക്കുന്നറിയാവോ? നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മളെ നടത്തുന്ന സർവശക്തനായ തേജോമയനായ ദൈവം അകത്ത് വസിക്കുന്നു. ഇതറിയാത്തവൻ നിരാശയിലേക്ക് പോകും. ഇതറിയാത്തവർ രോഗത്തിലേക്ക് പോകും. ഇതറിയാതെ ഇത് പഠിപ്പിച്ചു കൊടുത്താൽ, ദൈവത്തോട് സംസാരിക്കാൻ ഒരു മനുഷ്യനെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇവിടെ പാസ്റ്റർമാരുടെ ആവശ്യമില്ല, ഇവിടെ അച്ഛന്മാരുടെ ആവശ്യമില്ല, ഇവിടെ വക്താക്കളുടെ ആവശ്യമില്ല. ദൈവവുമായിട്ട് സംസാരിക്കാൻ ഒരാൾ നിങ്ങളെ പഠിപ്പിക്കത്തില്ല. അങ്ങനെ പഠിപ്പിക്കാത്തവർ ലാഭം നോക്കി പഠിപ്പിക്കുന്നവരാണ്. പൈസയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ദൈവവുമായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, പ്രപഞ്ചനാഥനുമായി ഉള്ളിലിരിക്കുന്ന ക്രിസ്തു എന്ന അനുഭവത്തെ പഠിപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവൻ കള്ളനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരായിരുന്നു, ഞാൻ പഠിപ്പിക്കുന്നത് പിതാവുമായി സംസാരിക്കാനാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:8 എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്നറിയാമോ? എന്നാൽ ഇന്ന് ഒരുപാട് ആടുകൾ അതിൻ്റെ പുറകെ പോയി അമളി പറ്റി തിരിച്ചു വരുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടാവുമായി സംസാരിക്കണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എവിടെ ഇരിക്കണമെന്നറിയണം. പ്രപഞ്ച സൃഷ്ടാവുമായിട്ട് സംസാരിക്കണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എവിടെ ഇരിക്കുന്നത് അറിയണം. എവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ തുടങ്ങണം. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ആ ദൈവശബ്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ആ പ്രപഞ്ചനാഥനെ നമ്മൾ ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒത്തിരി വർഷങ്ങളായി നമ്മളെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്, ഒരു കുടുംബമാണ്. നമ്മളിവിടെ ഭൂമിയിൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നു. മക്കൾ വെളിരാജ്യത്താണ്. ഈ മക്കളുമായിട്ട് വലിയ ഇൻറ്റിമസി ഫോൺ ബന്ധം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ ഒന്നുകിൽ അവരിങ്ങോട്ടും ഇവർ അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എത്രയോ നാളിന് ശേഷം കാണുമ്പോൾ ഒരു ലവ് ഉണ്ട്, ഒരു സ്നേഹമുണ്ട്. അതാരും പഠിപ്പിച്ചു കൊടുത്തതല്ല, അവരുടെ ഉള്ളിൽ നിന്ന് തമ്മി ഉണ്ടാകുന്നതാണ്. ഈ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മൾ തമ്മിൽ വരേണ്ടത്. ദൈവം എത്രയോ ദൂരെ ഇരിക്കുകയും നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങോട്ട് മാത്രം പറയും, തിരിച്ചൊന്നും കേൾക്കുന്നില്ല. ദൈവം എവിടെ ഇരിക്കുന്നതെന്നും ദൈവം നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നതെന്നും നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ നടക്കുന്നത്, ദൈവം നമ്മുടെ കൂടെയാണോ നടക്കുന്നത്, എല്ലാം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് ഇൻറ്റിമസി കൂടുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒത്തിരി നാൾ മുമ്പേ ഒരു സ്ത്രീയെ ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു. അവരൊരു ക്രൈം ചെയ്ത് അവരെ കൊണ്ടുവന്ന് സെല്ലിലിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയി കാണുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ കുഞ്ഞിനെ ഞാൻ എത്രയോ കാലം കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ മകളെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഉള്ളിൽ ഈ മകളെക്കുറിച്ച് ഇൻറ്റിമസി ഉണ്ട്. മകളുടെ ഉള്ളിൽ അമ്മ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. ഇവർ തമ്മിൽ കാണുമ്പോൾ ഇൻറ്റിമസി ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പോഴൊരു സ്നേഹം ഉണ്ടാവും. രണ്ടുപേരെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുമ്പോഴാണ് അവർക്ക് ഇൻറ്റിമസി തുടങ്ങുന്നത്. ദൈവം നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് പ്രാർത്ഥനയിലല്ല. ദൈവം എവിടെ ഇരിക്കുന്നുവെന്നും നമ്മളെ എവിടെ ഇരുന്ന് സംസാരിക്കുന്നു, നിയന്ത്രിക്കുന്നതെന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മകളിൽ ദൈവം സന്തോഷിക്കുന്നതെന്നും ഒക്കെ വഴികളൊക്കെ ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് തുറന്നു തരുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ഇൻറ്റിമസി വരുന്നത്. ആ ഇൻറ്റിമസി പ്രണയമാകുന്നു, സ്നേഹമാകുന്നു. ഉടനെ അത് നമ്മളെ മതത്തിലല്ല കൊണ്ടെത്തിക്കേണ്ടത്. നമ്മൾ മതത്തിലേക്ക് ചെല്ലുകയാണ് ഉടനെ. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് വേറൊരു ആലയത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവം വന്ന് നിങ്ങൾ പ്രസാദിക്കും. നിങ്ങൾ അവിടെ ഇരുന്ന് എത്ര കുത്തിയിരുന്ന് ആരാധിച്ചാലും, ബഹളം ഉണ്ടാക്കിയാലും, ചാടിയാലും, എന്തൊക്കെ ചെയ്താലും ദൈവം പ്രസാദിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയുകയും ദൈവവുമായിട്ട് ചങ്ങാത്തത്തിലേക്ക്, ഇൻറ്റിമസിയിലേക്ക് വരികയും ചെയ്യണം. അതൊരു നിയമമാണ്.
ഞാൻ ഇത്രയും പറയുമ്പോൾ എന്നെ ഹണ്ണിക്കാൻ ഒത്തിരി ആൾക്കാർ വരെ ഐ ഡോണ്ട് ബോതേഡ്, എനിക്ക് വിഷയമേ അല്ല. സത്യം പറയാൻ ദൈവം എന്നെ വിളിച്ചിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.